കാർഷികോത്സവത്തിന്റെ ഭാഗമായ മരമടിയും കാളപ്പൂട്ടും നിയമപരമാക്കും ബില്ല് ഈ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. നിയമത്തോടെ കോടതി ഉത്തരവ് മറികടക്കാനാകുമെന്നും മന്ത്രി പറഞ്ഞു. മഹോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പല പരാതികളും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമത്തിൻ്റെ ഉത്സവം പോലാണ് അവരത് പലപ്പോഴും നടത്തുന്നത്. അതിനുവേണ്ടി തയ്യാറാകുന്ന ഒട്ടേറെ കർഷകരും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ചില നിർദ്ദേശം വെച്ചു. ഞങ്ങൾക്കിത് നടപ്പിലാക്കുവാൻ, ഈ നിയമം നടപ്പിലാക്കുവാൻ വേണ്ടത് സഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതരത്തിൽ എനിക്ക് തോന്നുന്നു 4 കത്തുകൾ ഞങ്ങളുടെ വകുപ്പ് മുഖേന പോയിട്ടുണ്ട്. ഒരു മറുപടിയും കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് ഇതുവരെ തന്നിട്ടില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ നിയമസഭയിലും അതിൻ്റെ ഒരു ചർച്ച വന്നു. അതിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് പല ഭാഗത്തു നിന്നും അപേക്ഷ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയിൽ അതൊരു നിയമമാക്കി മാറ്റുവാനുള്ള പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ വന്നത്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മുടെ മന്ത്രിസഭാ യോഗത്തിൽ അത് വരും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങൾ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ രാജ്, ഇക്കാര്യത്തിൽ മന്ത്രി എന്താണ് വിശദീകരിക്കുന്നത്? സ്വാതി, മലബാറിലും ഒപ്പം തന്നെ തെക്കൻ ജില്ലകളിലുമൊക്കെ വർഷങ്ങളായി തുടർന്നിരുന്ന ഒരു കാർഷിക ഉത്സവമാണ് മരമടി. അതോടൊപ്പം കാളപ്പൂട്ട്, കന്നുകൂട്ട് മത്സരങ്ങളൊക്കെ വലിയ ആഘോഷമായി ഗ്രാമങ്ങളിൽ നടന്നിരുന്നതാണ്. പക്ഷേ 1960-ലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമപ്രകാരം അതിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അത് മറികടക്കാൻ ഒരു നിയമത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ബില്ല് അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് പരിഗണിക്കുകയും അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി അംഗീകരിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തമിഴ്നാട്ടിലെ ജല്ലിക്കെട്ട് ഉൾപ്പെടെ ഈ രീതിയിൽ നിരോധിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് നിയമസഭ അതൊരു നിയമമാക്കി കൊണ്ടുവന്ന് ആ നിരോധനം മറികടക്കുന്ന തരത്തിലേക്ക് മാറി. രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി ആ നിയമം അംഗീകരിച്ചതോടുകൂടി ആ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ജല്ലിക്കെട്ട് നടക്കുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ സംസ്ഥാനത്ത് ഒരു നിയമനിർമ്മാണത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനും ഈ രാഷ്ട്രപതിയുടെ അംഗീകാരം വേണം. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട്ടിന് അംഗീകാരം നൽകിയതുപോലെ കേരളത്തിലും അംഗീകാരം ലഭിക്കുകയാണെങ്കിൽ ഈ കാർഷിക ഉത്സവങ്ങൾ വീണ്ടും നടത്താൻ കഴിയും. പ്രത്യേകിച്ച് ഈ തെക്കൻ ജില്ലകളിൽ മരമടി ഉത്സവമൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തുന്നതാണ്. മലബാറിലാണെങ്കിൽ അത് കാളപ്പൂട്ട്, കന്നുകൂട്ട്, കാളയോട്ടം എന്നിങ്ങനെയൊക്കെ വലിയ രീതിയിൽ നടത്തുന്ന ഒരു കാർഷിക ഉത്സവമായി ഉണ്ടായിരുന്നു. പക്ഷേ നിരോധനത്തിന് ശേഷം അത് നടന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ ഈ മത്സരങ്ങൾ, കാർഷിക ഉത്സവങ്ങൾ വീണ്ടും നടത്താൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ശരി അർജുൻ, കാർഷികോത്സവത്തിന്റെ ഭാഗമായ മരമടിയും കാളപ്പൂട്ടും നിയമപരമാക്കും എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.